വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന കുടംകലക്കിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ ചൂടുകാലത്തൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. സൂപ്പർ ടേസ്റ്റുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 2 മാതള നാരങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ മാതള നാരങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചോ മുന്തിരിയോ ഉപയോഗിക്കാം. നമുക്ക് ഈ മാതള നാരങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ഇതിനുള്ളിൽ നിന്ന് കുരു എടുക്കാം. കത്തി കൊണ്ട് മുകൾ ഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകൾ ഭാഗം ഈസി ആയിട്ട് അടർത്തിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് ഭാഗം കാണുന്നില്ലേ, അതിലൂടെ ഒന്നും കൂടെ കത്തി ഇതുപോലെ ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് മാതള നാരങ്ങ നിവർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കുരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബൗളിലേക്ക് എടുത്തിടാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ അടർത്തിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മാതള നാരങ്ങയുടെ കുരുവൊക്കെ ഞാൻ ഇതുപോലെ ബൗളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് പൾസ് മോഡിലിട്ട് അടിച്ചാൽ മാത്രം മതി. കുരു അരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ചെറുതായിട്ട് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള മാതളത്തിൻ്റെ ജ്യൂസ് ഞാനൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഈ കുരുവൊക്കെ ഒന്ന് പോയിട്ട് നമുക്കിതിൽ ജ്യൂസ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നല്ല ഫ്രഷ് ജ്യൂസാണ്. ഇതിൽ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് നന്നാരി സർവത്തും കൂടെ വേണം. അപ്പോൾ ഞാനൊരു 1/2 ലിറ്ററിൻ്റെ കുടമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടൊക്കെ അല്ലേ, നല്ല തണുത്ത സർവത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചധികം ഐസ് ക്യൂബ് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീര് പിഴിയാം. അപ്പോൾ നല്ല പുളിപ്പും ഒരു മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ഈ സർവത്ത്. ഈ പുളിപ്പും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അതുപോലെ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാതളത്തിൻ്റെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നാരിയുടെ സർവത്ത് ഒഴിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 7 സ്പൂണിൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1/2 ലിറ്ററിൻ്റെ കുടമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെടും. ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോഡയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സോഡ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സോഡ ഞാൻ കുടത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒഴിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. കാരണം ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പും സോഡയും കൂടെ ചേർന്നാൽ ഇതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ ഏകദേശം ഞാൻ കുടത്തിൻ്റെ മുകൾ ഭാഗം വരെ ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സോഡ ഇതിലേക്ക് പാകത്തിനുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം വേണം കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കുടം കലക്കി റെഡി ആയിട്ടുണ്ട്. ഇതപ്പം തന്നെ സെർവ് ചെയ്യണം. നിങ്ങളെ കയ്യിൽ ഇതുപോലെ കുടം ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.